ഗൈസ് വെൽക്കം ടു എന്തവാ വ്ളോഗ്സ്. എല്ലാവർക്കും എന്തവാ വ്ളോഗ്സിനകത്ത് സ്വാഗതം. കുറേ നാളായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് കണ്ടിട്ട് കുറേ നാളായി. എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കും സുഖമാണ്, വീട്ടിലെല്ലാവർക്കും സുഖമാണ്. സമയം കിട്ടാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്. ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഞാൻ ആട്ടോ ഓടിക്കുന്നതാണ്, ആട്ടോ ഡ്രൈവറാണ്. സമയം കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത്. ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഗൈസ് ആരും സ്ക്രോൾ ചെയ്ത് പോകരുത്, പ്ലീസ് കാണണം മൊത്തത്തിൽ. ഇന്നത്തെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഞാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഗൈസ് നമ്മൾ ഫാസ്റ്റ് ഫുഡൊന്നും നമ്മൾ കൂടുതൽ കഴിക്കാനില്ല. വീട്ടിലെ ഹോം മെയ്ഡ് ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പറഞ്ഞുതരാം. ആദ്യം തുടങ്ങുന്നതാണ് ഇവിടുന്ന് നല്ല അടിപൊളി ഫ്രൈഡ് റൈസ്. വൈഫ് ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസ്. അതിൻ്റെ കൂടെ തന്നെ മുട്ട, നാളെ അടിപൊളി പുഴുങ്ങിയ നാടൻ മുട്ട. പിന്നെ നമ്മളെ ഇന്നത്തെ സ്ഥിരം പച്ചമുളക് നമ്മളെ ട്രെൻഡാണ്. പിന്നെ അതിൻ്റെ പപ്പടമുണ്ട്. പിന്നെ മീൻ ഫ്രൈ, മറ്റേ കത്തിപ്പാര കിട്ടിയായിരുന്നു ഗൈസ്. കത്തിപ്പാര ഫ്രൈ ഉണ്ട്. പിന്നെ അതാണ്ട് ഇത് ആലു ഗുജിയ എന്ന് പറയും. ആലു ഹിന്ദിയിലെ ഒരു ഡിഷാണ്, ഹിന്ദിക്കാരുടെ ഡിഷ്. ആലു ഗുജിയ എന്ന് പറയും. നല്ല സൂപ്പർ സാധനമാണ്. പിന്നെ അതാണ്ട് നല്ല ചൂട് പാലപ്പം ഉണ്ടാക്കിയിരുന്ന വൈഫ്. നല്ല അടിപൊളി വൈകിട്ടത്തെ ഡിന്നറാണ് നമ്മളെ. ഇതാണ് കടലക്കറി, നല്ല അടിപൊളി കടലക്കറി ഉണ്ട്. പിന്നെ ട്യൂണ ഫിഷ് കറി ഉണ്ട് കേട്ടോ. ട്യൂണ ഫിഷ് എന്ന് വെച്ചാൽ ട്യൂണ എന്ന് പറയുന്നത് ചൂരക്കറിയാണ്. ചൂര ഫിഷ് കറി. ട്യൂണയുടെ അടുത്ത് പറഞ്ഞത് ചില ഹിന്ദിക്കാരന്മാർ കാണാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ. നല്ല അടിപൊളി ചൂര, നല്ല വലിയ പീസ് തന്നെ ഉണ്ട് ഇതാണ്ട് ഗൈസ്. അപ്പം നമുക്ക് സമയം കളയേണ്ട, നമുക്ക് ആദ്യം തുടങ്ങാം. പാലപ്പം കഴിച്ച് തുടങ്ങും. പാലപ്പം എടുത്ത് വെച്ചു. ഇത്തിരി കടലക്കറി ഗൈസ്, കാണാമോ? ഇത്തിരി കടലക്കറി വെച്ച് ആദ്യം ഒരു വൈറ്റ് കഴിച്ചു നോക്കാം. സമയം കടലിൻ്റെ സൂപ്പർ കടലക്കറി അടിപൊളി. ചൂരക്കറി കൂടെ ഒരു പീസ് തന്നെ എടുത്ത് വയ്ക്കുക. അടിപൊളി ചൂരക്കറിയുടെ പീസ്. അടിപൊളി വലിയ പീസ്. ഇച്ചിരി മീനിൻ്റെ പീസും എടുത്ത് കറി മുക്കി സൂപ്പർ, ഒന്നും പറയാനില്ല, അടിപൊളി. പിന്നെ നേരത്തെ പറഞ്ഞാൽ ഇല്ല ആലു ഭുജിയ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ചൂട് സൂപ്പർ. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ വൈഫിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് റെസിപ്പിൻ്റെ ഇടയ്ക്ക് ഇട്ട് തരാം. നല്ല സൂപ്പറാണ്, അടിപൊളി. എന്തിനെ കാണുന്ന അറിയാൻ വയ്യ, അവളെ ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ അടിപൊളി കേട്ടോ. അപ്പോൾ ഇനി പിന്നെ കഴിക്കാൻ നമുക്ക് തോടെ സമയമില്ല. അപ്പോൾ നിങ്ങൾ മാറ്റി വയ്ക്കാം. നമുക്ക് വീട്ടിലുണ്ടായ ഫ്രൈഡ് റൈസ് ഒന്ന് കഴിച്ചു പോകാം. എല്ലാം മല്ലിയില, കറിവേപ്പില എല്ലാം ഇട്ട അടിപൊളി ഫ്രൈഡ് റൈസ്. ഒന്നും എടുക്കുന്നില്ല, കുറച്ച് എടുക്കുന്നുള്ളൂ. അത് ഫ്രൈഡ് റൈസിൻ്റെ കോമ്പിനേഷൻ നമുക്ക് മീൻകറി ഒഴിക്കാം. ഒന്നും വേണ്ട അവനെ, ഇന്നാളൊന്ന് മീൻകറി ഒഴിക്കാം. പപ്പടം ഇട്ട് ഫ്രൈ ചെയ്ത് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയാണെന്ന്. ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. നല്ല മല്ലിയുള്ള ഫ്ലേവർ. നല്ല അടിപൊളി, സൂപ്പർ കേട്ടോ. ഒന്നും വേണ്ട, കറിയൊന്നും വേണമെന്നില്ല. വിത്തൗട്ട് കറി തന്നെ കഴിക്കാം നമുക്ക്. പത്തോ മുട്ട മുട്ട ഫിഷ് ഫ്രൈ. സമയമില്ലാത്തതുകൊണ്ടാണ് എല്ലാവരും ഒന്നിച്ച് കഴിക്കുന്നത്. ഒന്നും പറയാനില്ല. നമ്മുടെ വീട്ടിൽ ഫാസ്റ്റ് ഫുഡ് അങ്ങനെ ആരും കഴിക്കാറുമില്ല, നമ്മൾ വലുതായിട്ട് മേടിക്കാറുമില്ല. ഫുള്ളി ഹോം മെയ്ഡ് ഫുഡാണ്. ഇനി ഉടനെ നമ്മൾ ഫുഡൊക്കെ വയ്ക്കുന്ന വീഡിയോസും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ പ്ലീസ് എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
എന്തെങ്കിലും തെറ്റുകുട്ടികളുണ്ടെങ്കിൽ മാപ്പാക്കാം. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.